ഇന്നത്തേത് അമ്മയും കൂട്ടി ചിന്നുവിന്റെ ഒരു ലൈവ് സ്കിറ്റ് കാണാൻ പോയ ഒരു കുഞ്ഞു കഥയാണ്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് സ്വല്പം നാട്ടുവർത്താനം ചർച്ച ചെയ്യാനായി അമ്മയും മോളെയും കൂട്ടി നേരെ ടെറസിലേക്ക് വിട്ടു. അല്ലെങ്കിലും ഇവർ രണ്ടാളും ചർച്ച തുടങ്ങിയാൽ ഞാൻ അതിൽ വെറും കാണി മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്പനേരം രണ്ടാളുടെയും കത്തിവയ്പും കേട്ട് നിന്നിട്ട് പോയതുപോലെ തിരികെ താഴേക്ക് ഇറങ്ങി രാവിലത്തെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇവിടെയും എന്നെ തന്നെയാണ് തവിട് കൊടുത്തു വാങ്ങിയതെന്ന് ചിന്നുവിന് ചിക്കൻ ലെഗ് പീസും എനിക്ക് കിഴങ്ങ് കറിയും തന്ന് അമ്മ വീണ്ടും തെളിയിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് ചിന്നുവിനെ നേരെ സ്കിറ്റിന്റെ റിഹേഴ്സലിനായി പരിപാടി നടക്കാൻ പോകുന്ന സ്ഥലമായ നമ്മുടെ സ്വന്തം നിയമസഭയിലാക്കി ഞാൻ തിരികെ വീട്ടിൽ വന്നു. വീട്ടിൽ തിരിച്ചെത്തി പരിപാടി കാണാനായി പോകാൻ ഞാനും അമ്മയും റെഡിയായി. കൂട്ടത്തിൽ കഴിഞ്ഞ കഥയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീൻ അമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് കരുതി. കൂടെ ഒരു കുഞ്ഞൻ എക്സ്പെരിമെന്റും ചെയ്യാം. അമ്മയുടെ വലത്തെ കൈയിൽ ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീനും ഇടത്തെ കൈയിൽ വേറൊരു ബ്രാൻഡിന്റെ സീക്ക സൺസ്ക്രീനും പുരട്ടി കൊടുക്കാം. പുരട്ടുമ്പോൾ തന്നെ കണ്ടില്ലേ ഗുഡ് വൈബ്സിന്റെ സൺസ്ക്രീൻ എന്ത് പെട്ടെന്നാണ് അബ്സോർബ് ആകുന്നതെന്ന്. ഇനി നമുക്ക് അമ്മയുടെ രണ്ട് കൈയും ഈ തെർമോകോൾ ബോളുകളിൽ ഒന്ന് മുക്കി നോക്കാം. ദേ ഇത്രയുള്ളൂ സംഗതി. ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീൻ ഇട്ടിരിക്കുന്ന കൈയിലാണ് തെർമോകോൾ ബോളുകൾ കുറവുള്ളത്. അതായത് ഇത് നോൺ സ്റ്റിക്കി ആണെന്ന് അർത്ഥം. ഗുഡ് വൈബ്സിന്റെ ഈ സൺസ്ക്രീനിന് വെറും 200 രൂപയാണ് വരുന്നത്. കൂടാതെ നോൺ ഗ്രീസിയും നോ ഫ്രാഗ്രൻസും പിന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ SPF 50 PA4+ ഉണ്ട്. ലൈറ്റ് വെയിറ്റും കൂടെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷനും ഹൈഡ്രേഷനും പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോയും തരും. സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആകുന്നത് കൊണ്ട് ഒട്ടും ഹെവിയുമല്ല. ഏത് സീസണിൽ വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം. പ്രോഡക്റ്റ് പർപ്പിളിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിൽ 2 മണിക്കൂറിൽ ഡെലിവറിയും നമ്മുടെ കൊച്ചിയിലും കൊല്ലത്തും സെയിം ഡേ തന്നെ സാധനം കയ്യിലും കിട്ടും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും സുന്ദരനും സുന്ദരിയുമായി നേരെ പരിപാടി കാണാനായി ഇറങ്ങി. പോകുന്ന വഴി മുഴുവൻ അമ്മയ്ക്ക് ചിന്നുവിന്റെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ആകാംക്ഷയും സംശയങ്ങളുമായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ അകത്തേക്ക് കയറി. വർഷങ്ങളായി സ്ഥിരം കാണുന്ന നിയമസഭാ മന്ദിരത്തിന് അകത്ത് കയറാൻ ഒടുവിൽ ചിന്നു തന്നെ വേണ്ടി വന്നു എന്ന അമ്മയുടെ കുത്തിനോവിക്കലും ഉൾക്കൊണ്ട് നേരെ ഓഡിറ്റോറിയത്തിനകത്ത് കയറി ഞങ്ങൾ സീറ്റ് പിടിച്ചു. ഓരോരുത്തരുടെ പ്രോഗ്രാം കഴിയുമ്പോഴും അമ്മയുടെ ചോദ്യം നമ്മുടെ കൊച്ചിന്റെ പരിപാടി എവിടെടാ എന്നായിരുന്നു. ഒടുവിൽ അതാ വരുന്നു ചിന്നുവും കൂട്ടരും. ശ്വേത ചേച്ചിയും കുട്ടേട്ടനും ബാക്കി കോമഡി മാസ്റ്റേഴ്സ് അംഗങ്ങളും അടങ്ങിയ നല്ല ഒന്നാം തരം കോമഡി സ്കിറ്റ്. സത്യം പറഞ്ഞാൽ കുഞ്ഞുനാളുകളിൽ സ്കൂൾ കലോത്സവത്തിന് ഞാൻ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ പോലും അമ്മയുടെ മുഖത്ത് ഇത്രയും സന്തോഷവും ആകാംക്ഷയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയുടെയും പപ്പാമ്മ തന്റെ മരുമകളുടെയും പരിപാടി നേരിൽ കണ്ട് ആസ്വദിച്ച് നിറഞ്ഞ മനസ്സോടുകൂടി അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.